ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ച കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ട് വീണ്ടും കിടന്നതാട്ടോ. അപ്പോൾ എണീറ്റപ്പത്തിന് കുറച്ചും കൂടി ലേറ്റായി. അങ്ങനെ ഞാൻ വേഗം വന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പുട്ടുപൊടി ഞാൻ ഉതിർത്താൻ വേണ്ടി ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. ഒരു കപ്പിൽ ലേശം വെള്ളം എടുത്തിട്ട് ഞാൻ അതിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉതിർത്തി വെച്ചു കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പത്തിന് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ ഈ ഹെയർ ഓയിൽ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്നൊരു ഹെയർ ഓയിലാട്ടോ. 17ഓളം ഔഷധങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിൽ, താരന്, അകാല നിര, അതിനൊക്കെ പറ്റിയൊരു ഹെയർ ഓയിലാട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പുട്ട് കുഴച്ചിൻ്റെ ചെറിയ പൊടികളൊക്കെ അവിടെ ചാടിയിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ ഒന്നുകൂടിയാണ് ഞാൻ തുടച്ചിട്ട്, എനിക്ക് രാവിലെ ഒന്ന് ഗ്യാസ് തുടച്ചിടേണ്ടി വരും. അപ്പോൾ ഞാൻ ജനാലിലൊക്കെ കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മളിങ്ങനെ അടുക്കളയിൽ ഓരോ ജോലി ചെയ്യുമ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മോറി വെച്ചിട്ടോ. ഞാൻ അടുപ്പത്താട്ടോ ചോറ് വെക്കൽ. അപ്പോൾ അവിടെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചോറ് മാറ്റി വെച്ചതാണ്. അപ്പത്തിന് ഇക്ക കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളതൊക്കെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഇക്ക ബീഫ് നുറുക്കായിരുന്നു. അപ്പോൾ അതിലത്തെ എല്ല് മാത്രം എടുത്തിട്ട് ഞാൻ കറി വെച്ചു. പിന്നെ പുട്ടും ഉണ്ടാക്കി. അപ്പം അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റു കേട്ടോ. അപ്പോഴാണ് മക്കൾ പറഞ്ഞത് നമുക്ക് നെസ്റ്റോലൊന്ന് പോവാന്ന്. അങ്ങനെ ഞാനും മക്കളും ഇക്കും കൂടെ നെസ്റ്റോൽ പോവാം കേട്ടോ. നെസ്റ്റോയിൽ ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടിരുന്നു. ഒന്ന് പോയി നോക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ നെസ്റ്റോയിലെത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ നെസ്റ്റോയിലൊക്കെ. പച്ചക്കറിയൊക്കെ ഇന്നലെ തന്നെ വാങ്ങിയതുകൊണ്ടേ ഒന്നും പച്ചക്കറി ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ വാങ്ങിയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനിക്കൊരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു ജ്യൂസ് എടുത്ത് പറഞ്ഞാണ്ട് എനിക്കിഷ്ടപ്പെട്ടതാ ഓനെടുത്ത്. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ ബില്ലാക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ഓള് എന്നെ പോകണു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.